ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു ടോപ്പിക്ക് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയെ കുറിച്ചാണ് ഞാനിന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളൊക്കെ പ്രേതകഥകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. മുത്തശ്ശി കഥകളായിട്ടും നോവലുകളായിട്ടും സിനിമയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രേത കഥകളെക്കുറിച്ചും യക്ഷി കഥകളെക്കുറിച്ചും ആത്മാക്കളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പം ഇതിൽ ഒരു പറ്റം ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങളാണ്, അന്ധവിശ്വാസങ്ങളുടെ പുറകെയാണ് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പം ഈ പുതിയ തലമുറ വന്നതിന് ശേഷം, ന്യൂ ജനറേഷൻ വന്നതിന് ശേഷം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും പിന്നെ നമുക്ക് യൂട്യൂബിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ വളർന്ന സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ മാത്രമേ ഉള്ളൂ, ഇത്തിരി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിൽ നിന്നെല്ലാം ഞാൻ യാത്ര ചെയ്തും മനസ്സിൽ ഇരുന്ന് മനസ്സിലാക്കിയതുമായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളുടെ ശരീരം എന്ന് പറഞ്ഞാൽ ജഡശരീരമാണ്. ഈ ജഡശരീരം ഇരിക്കുമ്പോൾ, ജീവനും ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ കൈ ഒന്നിങ്ങനെ ഉയർത്തണം എന്ന് തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ഉയർത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ജഡത്തിൻ്റെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ശരീരത്തിൻ്റെ കപ്പാസിറ്റി നമുക്ക് ഉണ്ട്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജഡശരീരം എന്ത് ചെയ്യും, മണ്ണിലോട്ട് ലയിച്ച് ചേരും. അല്ലെങ്കിൽ ചിലരതിനെ കത്തിക്കും, ചിലർ കുഴിച്ചിടും, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ, ആചാരാനുഷ്ഠാനങ്ങൾ പോലെയാണ് എന്ത് ചെയ്യുന്ന ആളുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പം ക്രിസ്ത്യൻസ് ആണെങ്കിൽ കുഴിച്ചിടും, കുറേ പ്രാർത്ഥനകളെല്ലാം എന്ത് ചെയ്യും, ചൊല്ലും. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പം നല്ലത് ചെയ്യുന്നതും തിന്മ ചെയ്യുന്നതുമായ പ്രവൃത്തികളാണ് എന്ത് ചെയ്യുന്നതും, അതാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്തു നമുക്ക് കിട്ടുന്നത്. പിന്നെ അതേ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പുനർജന്മം എന്ന് പറയുന്ന ജന്മം ഉണ്ട്. ഒരു മനുഷ്യന് 7 ജന്മങ്ങളുണ്ടെന്നാണ് ചരിത്രങ്ങളും പണ്ഡിതന്മാരും ജ്യോതിഷന്മാരും അങ്ങനെയൊക്കെ മുന്നോട്ട് ആളുകളെല്ലാം പറയുന്നതാണ്. ഒരു മനുഷ്യന് 7 ജന്മം വരെ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് എന്ന് വെച്ചാൽ നല്ല പ്രവൃത്തികൾ ചെയ്യുക. നമ്മുടെ ചിന്താഗതികളെ പോലും ബാധിക്കുന്നുണ്ട് നമ്മളുടെ പുനർജന്മ ജീവിതം. നമ്മൾ ആത്മീയമായിട്ട് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിലയിലായിരിക്കും നമ്മുടെ പുനർജന്മം. നമ്മൾ വഴക്ക് വെക്കാണ് അങ്ങനെയൊക്കെ പോയി ജനിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലും നമുക്ക് ഈ ജന്മം തന്നെ നമുക്ക് കിട്ടാതിരിക്കണമെങ്കിൽ, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ തന്നെ നമുക്ക് കിട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ജന്മത്തിൽ നല്ലത് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി. ഇപ്പം നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ദൈവങ്ങളുടേതായ കാര്യങ്ങളുണ്ട്. പോക്ക് വരവ് പോക്ക് അങ്ങനെയൊക്കെയുള്ള ദൈവികമായ കാര്യങ്ങളുണ്ടത് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ലൈഫിലൂടെ ഉള്ള അനുഭവങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പങ്കുവയ്ക്കുന്നത്. അപ്പം ഞാൻ കാസർഗോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നപ്പം അന്ന് എനിക്ക് ഏകദേശം 28 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ മുസ്ലിംസിൻ്റെ ഹിന്ദുക്കളുടെയും കൂടെ ഏരിയയാണ്. അപ്പോൾ ഒരുപാട് കോട്ടേഴ്സുകൾ, ആളുകൾ വന്ന് താമസിക്കുന്ന അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എന്ന് പറയുന്നത്, എൻ്റെ കോട്ടേഴ്സ് ഇരിക്കുന്ന എൻ്റെ നേരെ ഫ്രണ്ടിൽ അമ്പലമുണ്ട്, ഒരമ്പലം ഉണ്ട്. അപ്പോൾ ആ അമ്പലത്തിൽ കൂടുതലും മുത്തപ്പൻ, പിന്നെ കനൽ, അതായത് അവിടുത്തെ ഉത്സവത്തിന് കനലിൽ എന്ത് ചെയ്യും, കനലിൽ കൂടെ നടന്ന് ചാടും. അപ്പോൾ അതൊക്കെ ഓരോ ചടങ്ങുകളാണ്.
ആ സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ അധികം അമ്പലത്തിലേക്കൊന്നും അധികം പോവാത്ത ഒരു സമയത്തിലാണ് ഞാൻ അമ്പലത്തിലോ പള്ളിയിലോ ഒന്നിനും പോകാതെ ഞാനായിട്ട് തനിയെ ഇരിക്കുന്ന ഒരു സമയത്ത് ആണ് ഞാൻ ആ പ്രദേശത്ത് എന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്, കാസർഗോഡ്. അപ്പോൾ അവിടെ തൊട്ട് ഫ്രണ്ടിലൊരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നെഗറ്റീവും പോസിറ്റീവിനെ കുറിച്ചാണ് പറയുന്നത്. നെഗറ്റീവ് നിങ്ങൾ പറയും രാത്രി കാലങ്ങളിൽ മാത്രമാണ് നെഗറ്റീവ് എനർജി. അല്ല, പകലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ ജീവിത അനുഭവത്തിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഞാനത് പറയാൻ പോകും. അപ്പോൾ ഞാൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ തൊട്ടടുത്ത് 2 ഹിന്ദുക്കളും ഒന്ന് ഞാനും ബാക്കി ഹിന്ദിക്കാരുമാണ് താമസിക്കുന്നത്. അപ്പം അവിടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കിണറുണ്ട്. വലിയ കിണറാണ്. കിണറെന്ന് പറഞ്ഞാൽ ഒരു 3-4 കിണർ ഒന്നിച്ച് ചേരുന്ന ഒരു കിണറാണ്. വലിയൊരു കിണറാണ്. വലിയ വട്ടമുള്ളൊരു കിണറാണ്. അപ്പോൾ ഈ കിണറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാമോ എനിക്കറിയില്ല, തേര് പോവാന്നൊക്കെ പറയും. കണ്ണൻ അറിയാമോ? തേര് തേര് പോകും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംഭവം ഇവിടെ ഉണ്ട്. ഈ കിണറിനും ഈ അമ്പലത്തിനും എല്ലാം ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ആ പ്രദേശത്തിനും ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രദേശത്ത് ഞാൻ താമസിക്കുന്ന തൊട്ടടുത്ത് അപ്പുറത്ത് താമസിക്കുന്ന ഒരു വീടുകളിലും നാഥന്മാരില്ല. എന്ന് വെച്ചാൽ ആണുങ്ങൾ ഇല്ല. അവിടുത്തെ ആണുങ്ങളെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൂടുതൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൊട്ട് എൻ്റെ ക്വാർട്ടേഴ്സിനോട് ചേർന്നൊരു മതിലുണ്ട്. എൻ്റെ അപ്പുറത്തൊരു മുസ്ലിം കുടുംബം താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ താത്ത പിന്നെ അവരുടെ വീട്ടിൽ പോയ സമയത്ത്, ഈ ഹസ്ബൻഡ് തന്നെയുള്ള സമയത്ത് എന്ത് ചെയ്തു, ഇയാൾ പെട്ടെന്ന് ആ സമയം രാത്രിയിൽ മരണപ്പെടുകയുണ്ടായി. മരണപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിലിൻ്റെ അവിടെയാണ് ഇയാൾ എന്ത് ചെയ്തത്, മരിച്ച് കിടന്നത്. അങ്ങനെ മരണപ്പെട്ടു പോയി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ ഇരുന്നപ്പോൾ തന്നെ വേറെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഈ കിണറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചുമന്ന വസ്ത്രങ്ങൾ, ചുമന്ന വസ്ത്രങ്ങളൊന്നും ഉടുത്തുകൊണ്ട് ആ കിണറ്റിൻ്റെ അടുത്തോട്ട് പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഒരു 11 മണി വരെ നമുക്ക് എന്ത് ചെയ്യാം, അലക്കോ കുളിക്കോ വെള്ളം കോരോ ഒക്കെ എന്ത് ചെയ്യാം. 12 മണി കഴിഞ്ഞ് അങ്ങോട്ട് ഒരു 3 മണി വരെ സമയത്ത്, പകൽ 3 മണി വരെ സമയത്ത് നമുക്ക് അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പാടില്ല. അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്ന് മൊബൈലില്ല. അപ്പോൾ കോയിൻ ബോക്സ് ഉണ്ടെന്ന്, 1 രൂപ കോയിൻ ഇട്ടിട്ട് വിളിക്കുന്ന കോയിൻ ബോക്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഈ 12 മണി സമയത്തൊന്നും പകൽ അതിലെ സഞ്ചരിക്കാൻ പാടില്ല, തേര് പോകുന്ന സമയമാണ്. ഞാൻ അതിലെ എന്ത് ചെയ്തു, 12 മണി സമയമായപ്പം എന്ത് ചെയ്തു, ഒന്ന് പാസ് ചെയ്തു. പാസ് ചെയ്തു. ഞാൻ തിരിച്ചു വന്നു. വൈകുന്നേര സമയമായപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു പനിയും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്ത് എനിക്ക് ഉണ്ടായി. അപ്പോൾ തൊട്ടടുത്തുള്ള ഞാൻ അങ്ങനെ പോകുന്നത് എൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരാൾ കാണുകയും ചെയ്തു. എനിക്ക് വൈകുന്നേരം പനിയും വരികയും ചെയ്തു. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇന്ന് 12 മണി സമയത്ത് അതിലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ, ഉച്ച സമയത്ത് അതിലെ പോയില്ലായിരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പനി വന്നു. അതിന് ശേഷം ഞാൻ പിന്നെ എന്ത് ചെയ്യത്തില്ല, ആ സമയത്തുള്ള യാത്ര എന്ത് ചെയ്യും, ഒഴിവാക്കും. നേരത്തെ എന്ത് ചെയ്യും, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 7 മണിയാകുമ്പോഴത്തേനും വെള്ളമെല്ലാം കോരി വയ്ക്കണം. ആ തുണിയെല്ലാം ഇളക്കി വെച്ച് കുളിക്കണമെങ്കിൽ കുളിച്ച് എൻ്റെ പണികളെല്ലാം ഒതുക്കി 3 മണി സമയമാകുമ്പോൾ മാത്രമേ ഞാൻ പിന്നെ എന്ത് ചെയ്യത്തുള്ളൂ, ആ വെള്ളം കോരാനോ എന്തിനേലും ആ കിണറ്റിൻ്റെ അടുത്തോട്ടും പോകാറുള്ളൂ, ആ പ്രദേശത്തോട്ടും ഇറങ്ങി നടക്കാറുള്ളൂ. പിന്നെ ഞാൻ അറിയാൻ തുടങ്ങി. അവിടെയുള്ള തൊട്ടടുത്തൊരു വീടുണ്ടായിരുന്നു. ആ ദേശക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബീഡി തുറക്കലാണ് അവരുടെ ജോലി. വീട്ടിലിരുന്ന് ബീഡി തുറക്കും. അപ്പം എനിക്ക് എല്ലാവരുമായിട്ട് നല്ല സ്നേഹമുണ്ട്. എനിക്കന്ന് എന്ന് പറഞ്ഞാൽ മിക്സി ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ എനിക്ക് അവരെന്ത് ചെയ്യും, തേങ്ങയൊക്കെ എനിക്ക് എന്ത് ചെയ്യും, അരച്ച് തരും. അപ്പോൾ ഞാനിങ്ങനെ അവരോടൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്ത് പോകുന്ന സമയം പിന്നീടാണ് ഞാൻ അറിയുന്നത്, ആ വീട്ടിലെ അവരെല്ലാം എന്ത് ചെയ്തു, അവിടെയുള്ള ആളും ആണുങ്ങളിലുള്ള ഒരാളും മരണപ്പെടുകയുണ്ടായി എന്ന് ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഇങ്ങനെ ഇന്ന് ഈ വീഡിയോ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പം കുറേ ദിവസങ്ങൾ കൊണ്ട് രാത്രിയിൽ
എന്ത് ചെയ്യുന്നുണ്ട്, ആത്മാക്കളുടെ ചാനൽ കാണുന്നുണ്ട് അല്ലേ കണ്ണ? കാണുന്നുണ്ട്. അപ്പം ഞാൻ പല സമയങ്ങളിലും ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എന്താ, അതായത് കൂടോത്രത്തിനെ കുറിച്ച്, ആഭിചാരം ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോകൾ വരും ദിവസങ്ങളിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് എനിക്കിങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ പറയാം, ഞാൻ ഇത്രയും പറഞ്ഞു വന്നപ്പം ഞാൻ പറയാം, എല്ലാ വീടിൻ്റെ സ്ഥലങ്ങളിലും നെഗറ്റീവ് എനർജികളും ഉണ്ട്. നിങ്ങളൊരു വൈകുന്നേരം ത്രിസന്ധ്യ സമയങ്ങളിൽ, ഇപ്പം ഞങ്ങളുടെ വയനാടൊക്കെ വീടിൻ്റെ സമയത്തൊക്കെ, വീടിൻ്റെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോബ്ലംസ് ഉള്ള സ്ഥലങ്ങളാണ്. ത്രിസന്ധ്യ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയും മഹരീബ് എന്ന് പറയും. മഹരീബ് ബാങ്ക് കൊടുത്തു കഴിയുന്ന ആ സമയത്ത് പുറത്തിറങ്ങാനൊന്നും പാടില്ല. ഇപ്പം ഗർഭിണികളായിരിക്കുന്നവർ, കൊച്ചുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള അമ്മമാർ നിങ്ങൾ എന്ത് ചെയ്ത് കഴിയുന്നതും ത്രിസന്ധ്യ സമയത്ത് 6 മണി കഴിയുന്ന സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്ന പരിപാടി നിർത്തി വയ്ക്കുക. അപ്പം നിങ്ങൾ യാത്രയൊക്കെ പോകുന്നു, യാത്ര പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളായിട്ട് സഞ്ചരിക്കുന്ന ഏരിയകളിലാണ്. ത്രിസന്ധ്യ സമയം എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ കുളിക്കുക, നേരത്തെ കുളിച്ച് സന്ധ്യ വിളക്കിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്ത് അടിച്ചു വാരി നിങ്ങളുടെ പണികളെല്ലാം ഒതുക്കി ത്രിസന്ധ്യ സമയത്തിനുള്ളിൽ നിങ്ങൾ വീടുകളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കയറണം. ഒരു 7 മണി 8 മണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാം. ആ സമയങ്ങൾ ത്രിസന്ധ്യ സമയത്ത്, അർദ്ധരാത്രി 12 മണി സമയത്ത്, വെളുപ്പാൻ സമയത്ത് 3 മണി സമയങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ദൈവങ്ങളുടെ സഞ്ചാരം, നെഗറ്റീവുകളുടെയൊക്കെ സഞ്ചാരമുള്ള സമയങ്ങളാണ് അല്ലേ കണ്ണ? അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും എൻ്റെ അനുഭവങ്ങളുമായിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നാലും എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് പങ്കുവെച്ചത്. ഇനി കണ്ണൻ എന്ത് ചെയ്യും, കണ്ണൻ്റെ അനുഭവം പങ്കുവയ്ക്കും. നമസ്കാരം. അനുഭവം എൻ്റെ ജീവിതത്തിൽ നെഗറ്റീവിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ നെഗറ്റീവ് ഫീല് അനുഭവിച്ചിട്ടുണ്ട്, അത് കണ്ടിട്ടുമുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കൂടുതലും എൻ്റെ പഠനമൊക്കെ കഴിയാൻ നേരത്ത്, ഏകദേശം ഒരു 7ാം ക്ലാസ് പഠനം കഴിഞ്ഞ ടൈമിലാണ് ഞാൻ ഫുട്ബോൾ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കളിക്കുന്നത്. അതിനു മുന്നേ ചെറുതിലെ തന്നെ നമ്മൾ ഈ തുണിയും പ്ലാസ്റ്റിക് എല്ലാം കൂടി കെട്ടി വെച്ച് ബോളുണ്ടാക്കി വീടുകളിൽ നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളായിട്ടൊക്കെ ഫുട്ബോൾ കളിക്കുമായിരുന്നു. 7ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടങ്ങളിലാണ് ഞാൻ ആദ്യമായിട്ട് ഫുട്ബോൾ എന്ന് പറയുന്ന റിയലി ഒരു ബോൾ എന്താണെന്ന് ഞാൻ കാണുന്നത്. അപ്പോൾ ഫുട്ബോളിനോടായിരുന്നു എനിക്ക് കൂടുതൽ ക്രേസ്. ഞാൻ പ്ലേ ചെയ്തതും ഫുട്ബോൾ തന്നെയാണ്. അപ്പോൾ ഫുട്ബോൾ കളിക്കാനായിട്ട് ഞങ്ങളുടെ പള്ളി ഗ്രൗണ്ടുണ്ട്. പള്ളി ഗ്രൗണ്ടിൻ്റെ അവിടെ സുഹൃത്തുക്കളുണ്ട്, അവിടെ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ആയിട്ടാണ് അന്ന് ഫുട്ബോൾ കളിക്കണം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് മാത്രം അവൻ്റെ ഡാഡി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു ബോൾ, അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഫുട്ബോൾ ഒന്ന് കാണുന്നത്. ബ്ലാക്കും വൈറ്റും കളറുള്ള ഒരു ബോൾ, 5ാം നമ്പറിൻ്റെ. അപ്പോൾ ആ ബോളാണ് ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്നത്. അപ്പോൾ ഈ ബോളിൽ കളിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമല്ല. അപ്പോൾ അന്നൊക്കെ ആ ഫുട്ബോളിൽ ഇങ്ങനെ കളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിൽ കൂട്ടുകാരൊക്കെ പറയും, എടാ നിനക്ക് ആ ബോളിൽ കളിക്കാൻ ഭാഗ്യം ഉണ്ടായില്ല, ഞങ്ങൾക്ക് അതില്ല എന്നൊക്കെ പറയും. പിൽക്കാലത്തൊക്കെ അതൊക്കെ മാറി. അപ്പോൾ ഞാൻ 8ാം ക്ലാസ് 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ് പഠിക്കും. അപ്പോൾ അന്നേരം ഞാൻ സിഗരറ്റ് ആരും അറിയാണ്ട് വലിക്കും. സിഗരറ്റ് എന്നില്ല, അന്ന് സിഗരറ്റ് വലിക്കും ആരും കാണാണ്ടൊക്കെ. അത് കൂട്ടുകെട്ടിൻ്റെ ഒരു ഭാഗം. അന്നൊക്കെ ഒരു സിഗരറ്റൊക്കെ ആരും കാണാണ്ടൊക്കെ ഞങ്ങൾ 5 പേര് 6 പേരൊക്കെ ഇരുന്ന് വലിക്കും. അപ്പോൾ അങ്ങനെ ഈ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കും. അപ്പോൾ എൻ്റെ സൈക്കിള്, എനിക്ക് അന്ന് ചേട്ടൻ വാങ്ങി തന്നെ സൈക്കിൾ പഞ്ചറായിരുന്നു. അപ്പോൾ സൈക്കിൾ ഉണ്ടായില്ല. അപ്പോൾ പഴയ കാലഘട്ട റോഡുകളും അന്നുള്ള ഗ്രാമാന്തരീക്ഷത്തിലുള്ള
അടുത്ത് അപ്പുറവും ഇപ്പുറവും കാടുകളും അതിൻ്റെ നടുക്കൂടി ഒരു ചെറിയൊരു അന്നത്തെ കൽബറ്റിൻ്റെ റോഡ്, വെറുതെ ഒരു അന്ന് ടാറിങ് ഒന്നും ഇല്ലാത്ത റോഡ്, സാധാരണ ഗ്രാമാന്തരീക്ഷമല്ലേ. ഫുട്ബോളെല്ലാം കളിച്ചു. അന്ന് രാത്രി ഒരു 8:30 മണിയായപ്പോൾ, കൂട്ടൊക്കെ കൂടിക്കഴിഞ്ഞാൽ 8:30 മണിയായപ്പോൾ, സമയം അറിയാണ്ട് കൂട്ടുകൂടി കഴിയുമ്പോൾ, നമ്മൾ കൂട്ടുകൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം സമയമൊന്നും നോക്കൂലല്ലോ, അങ്ങനെ ആസ്വദിച്ചല്ല കൂട്ടുകൂടി. അങ്ങനെ ഒരു 8:30 സമയമായപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ പറഞ്ഞ്, എടാ നിനക്ക് വീട്ടിൽ പോകണ്ടേ, ടൈമായെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ പള്ളിയുടെ അവിടെയുള്ള സുഹൃത്തുക്കളാണ്, ഞാൻ മാത്രമേ ഉള്ളൂ വേറെ സ്ഥലത്തേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണല്ലേ, ഇരുട്ടായില്ല എന്ന് പറഞ്ഞു. ശരി എന്നാൽ ഞാൻ പോകണമെന്ന് പറഞ്ഞ് ഞാനൊന്ന് അവരോട് പറഞ്ഞ് നടക്കണേണ്. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു ടീഷർട്ടും ഒരു ഷോർട്ട്സും പിന്നെ ചെരുപ്പുമാണ്, സൈക്കിളില്ല, പഞ്ചറാണ്. ഇപ്പം ഞാൻ നടന്നു പോകണേണ്. അപ്പോൾ ഈ പോണ വഴി നമ്മുടെ ഒരു ഇടവഴിയുടെ സൈഡിലൊരു കടയുണ്ട്. ആ കടയിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു സിഗരറ്റ് വാങ്ങും, ആരും അറിയാണ്ട് വാങ്ങിയിട്ട് പകുതി വലിക്കൊണ്ട് പകുതി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും പിറ്റേ ദിവസം വലിക്കാൻ. അങ്ങനെ ഞാൻ ആരും അറിയാണ്ട് അവിടെ നിന്ന് അത് വാങ്ങിച്ച്, അന്ന് 3 രൂപ സിഗരറ്റിന്, അത് വാങ്ങിച്ചിട്ട് അത് കത്തിച്ച് വലിച്ച് പകുതി കെടുത്തി വെച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് വേറെ സ്ഥലത്ത് വെച്ചിട്ട് നടന്നു പോണേ. നടന്നു പോകുമ്പോൾ അന്നത്തെ അറിയാമല്ലോ, ബൾബ്, നമ്മുടെ പഴയകാല ബൾബാണ് പോസ്റ്റിലുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഏരിയയിലൊരു ബൾബാണെങ്കിൽ പിന്നെ കുറച്ച് പോകണം, ബാക്കി ഇരുട്ടാൻ. അപ്പോൾ ഈ ബൾബുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ ലൈറ്റ്, പിന്നെ അടുത്ത ലൈറ്റ് കാണണമെങ്കിൽ നമ്മൾ നടക്കണം, ഇരുട്ടാൻ, 2 സൈഡും കാടാനല്ല. അപ്പോൾ കുറേ അങ്ങനെ കൂട്ടുകൂടി വന്ന ആ സന്തോഷത്തിൽ നമ്മൾ അങ്ങനെ നടന്നു പോയി കഴിയുമ്പോൾ എനിക്ക് ഒരു ഫീലെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നെഗറ്റീവ്, അതെന്താണെന്ന് പോലും അറിയില്ല, പക്ഷെ നമ്മുടെ ഒരു സ്മെല്ല്. പിന്നെ വന്നത് ഒരു ചെറിയ ഒരു തണുത്ത കാറ്റാൻ എൻ്റെ ശരീരത്ത് സ്പർശിക്കണേ, എൻ്റെ ബാക്കിൽ ഈ ഒരു വശത്ത്. അപ്പം സ്മെല്ല് പെട്ടെന്ന് വന്ന്, അപ്പം ഞാൻ വിചാരിച്ചു കാട്ടിലെന്തെങ്കിലും എലിയോ എന്തെങ്കിലും ചത്ത് കിടപ്പുണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു സ്മെല്ലല്ല അത്. പിന്നെ ഈ കാറ്റെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ടച്ച് ചെയ്തിങ്ങനെ പോണേ, തഴുകിയിട്ടാണ് പാസ് ചെയ്യണം. അപ്പം ശരീരത്തിലൊരു തണുപ്പ്, വല്ലാത്തൊരു തണുപ്പ് പെട്ടെന്ന് ഫീൽ ചെയ്ത്. കാരണം ഞാൻ ഫുട്ബോൾ കളിച്ച് വേർത്ത് കുളിച്ച് വന്ന ഒരു വ്യക്തിയല്ലേ. അങ്ങനെ ഞാൻ നടന്ന് പതിയെ നടന്നങ്ങനെ പോകുമ്പോൾ എനിക്ക് ഉള്ളിലൊരു ചിന്ത തന്നെയാണ് പെട്ടെന്ന്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു ചിന്ത എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു ഉൾവിളി വരികയാണ്. എൻ്റെ പിന്നിൽ എന്തോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, എൻ്റെ പിന്നിൽ, എൻ്റെ ബാക്കിൽ എന്തോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഈ വിറകുകളൊക്കെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ, അന്ന് കൽബറ്റ് റോഡായതുകൊണ്ട് ഈ പൂഴിയും കല്ലും എല്ലാം കൂടി മിക്സായ റോഡായതുകൊണ്ട് ചില കല്ലുകളിലൊക്കെ തട്ടുമ്പോൾ ഈ കല്ലിൻ്റെ ശബ്ദം പാസും. പക്ഷെ ഇത് സൈഡിൽ കൂടി ഈ ഉണങ്ങിയ കമ്പുകളിൽ ചവിട്ടി വന്നൊരു സംഭവം ഫീൽ ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞിട്ടുണ്ടായി, പണ്ട് ചെറുതിലെ എന്നെ പറഞ്ഞിട്ടുണ്ടായി, ബാക്കിൽ, അതായത് നമ്മുടെ പിന്നിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു പേടിപ്പിക്കുന്ന രീതി വന്നാൽ ഒരിക്കലും പെട്ടെന്ന് തിരിഞ്ഞു നോക്കരുത്. അതിനു മുന്നേ നമ്മൾ കാർക്കിച്ച് തുപ്പണം, കാർക്കിച്ച് തുപ്പി തെറി പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് എൻ്റെ ഉള്ളിലത് ഇത് വന്നപ്പോൾ ആ ഒരു ശക്തിയിൽ ഞാൻ കാർക്കിച്ച് തുപ്പി ഒരു 3 പ്രാവശ്യം തുപ്പിയിട്ട്, അതായത് തിരിഞ്ഞ് നോക്കാണ്ട് കാർക്കിച്ച് തന്നെ തുപ്പിയിട്ട് ഞാൻ തെറി പറയണേ. എന്ന് വെച്ചാൽ തെറിയാണ്, ബാഡ് ലാംഗ്വേജ് ഞാൻ പറയണേ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിശബ്ദമായി, ആ ഒരു ശബ്ദം സൈലൻ്റായി.
ഞാൻ പിന്നെയും മുന്നിലേക്ക് തന്നെ നടന്നു. പിന്നെ എൻ്റെ നടത്തത്തിന് ഫാസ്റ്റ് കൂടി. ഞാൻ അടുത്ത ലൈറ്റാണ് എൻ്റെ ലക്ഷ്യം, അടുത്ത ലൈറ്റിൻ്റെ അവിടെ എത്തണം. അങ്ങനെ ഓട്ടോയി ഞാൻ ഓടി. ആ നടത്തത്തിൽ, ആ ഫോഴ്സിൽ ഞാൻ ഓടി. അടുത്ത ലൈറ്റ് എത്തും, പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് പിന്നെ അടുത്ത ലൈറ്റ് എത്തലും ബീഡിയുടെ മണമാണ് വന്നത്. ബീഡിയുടെ സ്മെല്ല് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ കിതക്കണേ. അപ്പം അന്നൊക്കെ ഞങ്ങളുടെ നാടുകളിലൊക്കെ ഈ ചാരായം കുടിച്ച ആളുകളൊക്കെ വഴിയിലൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെ എൻ്റെ ഒരു കസിൻ തന്നെ ആയിരുന്നു, പ്രായമുള്ളൊരു ആളാണ്. പുള്ളി സൈക്കിളിൽ നിന്ന് വീണിട്ട് അവിടെ ഇങ്ങനെ കിടക്കണേന്ന്. പക്ഷെ ബീഡി ഇരുന്ന് വലിക്കാറുണ്ട്. സൈക്കിള് വീണ് പുള്ളി സൈഡ് ചെയ്തിട്ട് ബീഡി കത്തിച്ചേക്കാം. അപ്പോൾ ഞാൻ കിതക്കണ ശബ്ദം കേട്ടപ്പോൾ പുള്ളി ചോദിച്ചു, എന്താണ് നീ ഇന്ന് കിതക്കണതെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലേ ഞാൻ പേടിച്ച് പെട്ടെന്ന് അവിടെ നടന്നു വന്നപ്പോൾ. നിന്നോട് ആര് പറഞ്ഞു ആ സമയത്ത് അങ്ങോട്ടൊക്കെ പോയിട്ട് വരാനായിട്ട്? നിനക്ക് നേരത്തെ പോരണ്ടേ എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ സൈക്കിൾ എടുക്ക്, എന്നെ ഒന്ന് പിടിയെന്ന് പറഞ്ഞു. അങ്ങനെ സൈക്കിൾ എടുത്ത് പുള്ളിനെയും പിടിച്ച് ഞാൻ പോയി. പുള്ളി എന്ത് ചെയ്ത് രാവിലെ തന്നെ വന്ന് എൻ്റെ വീട്ടിൽ, ഞാൻ അന്ന് ഞായറാഴ്ച ദിവസമാണ്, നല്ല ഉറക്കമാണ്. രാവിലെ തന്നെ വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അവനിങ്ങനെ പേടിച്ചിട്ടാണ്, ഞാൻ ഇന്നലെ കണ്ട് പേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സ്പേസും സ്ഥലവും ആളുടെ പേരൊന്നും പറയൂല, അതൊക്കെ തെറ്റാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, അമ്മ എൻ്റെ അടുത്ത് എന്നെ വന്ന് നോക്കിയപ്പോൾ ചൂടുണ്ട്. ഇങ്ങനെ തൊട്ടൊക്കെ നോക്കി, അറിയാമല്ലേ നമ്മുടെ അമ്മമാരുടെ സ്പർശനം കിട്ടുമ്പോൾ ഒന്നും കൂടി കുസൃതി കൂടും. ഇപ്പം നല്ല ചൂടുണ്ട്. അപ്പം എൻ്റെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ചോദിച്ച്, എന്താണ് മോൻ കണ്ടത്, എന്താണ് നീ പേടിച്ചാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പേടിച്ച്. അപ്പം ആ സമയങ്ങളിലൊന്നും അതിലേ വരാൻ പാടില്ല. അത് എന്താ പറയുക, പഴയ ഒരു സെമിത്തേരി ആയിരുന്നു, പണ്ട് കാലത്തെ ഒരു സെമിത്തേരി ആയിരുന്നു ആ സ്ഥലത്ത്. അപ്പോൾ അതിലൊന്നും അങ്ങനെ ആ സമയങ്ങളിൽ യാത്ര ചെയ്യരുത്. പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലരും പേടിച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരിക്കലും ആ സമയത്ത് വരരുത്. കളി കഴിഞ്ഞാൽ അപ്പം തന്നെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പനി പിടിച്ച് എനിക്ക് അമ്മ പ്രാർത്ഥനയിലൂടെ എന്നെ പ്രാർത്ഥിച്ച്, എനിക്ക് കോഴി ഉഴിഞ്ഞ് പള്ളിയിലിട്ട് പ്രാർത്ഥിച്ച്. അങ്ങനെ പിന്നെ അത് ഒരു 3 ദിവസം എനിക്ക് പനി തന്നെ ആയിരുന്നു. അങ്ങനെ എൻ്റെ സ്കൂളിലൊക്കെ അതറിഞ്ഞ്, ക്ലാസ്സിലൊക്കെ അറിഞ്ഞ്, ടീച്ചർമാരൊക്കെ അറിഞ്ഞ് എന്നെ വഴക്കൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, എൻ്റെ വൈഫ് മുന്നേ പറഞ്ഞത് നെഗറ്റീവ്സ്, ഇത് കലിയുഗമാണ്. നെഗറ്റീവ്സ് ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്ന കാലമാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലൂടെ ആയിരിക്കണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നെഗറ്റീവ് ഉണ്ട്, റിയലാണ്. പല സൂയിസൈഡ് ഏരിയകളിലും പിന്നെ അല്ലാണ്ടുള്ള മരണങ്ങളിലും ആക്സിഡൻറ്റുകളിലും സ്ഥലങ്ങളിലൊന്നും നമ്മൾ അർദ്ധരാത്രികളിലൊന്നും യാത്ര ചെയ്യരുത്. ചെയ്താൽ നമുക്ക് നമ്മുടെ സമയം കറക്റ്റല്ല എങ്കിൽ നമുക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യും. ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, കാർ യാത്രക്കാരായാലും ബൈക്കായാലും ലോറി ആയാലും പല ആളുകളുടെയും അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ എനിക്കതിന് ശേഷവും ഒരുപാട് നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് അതൊന്നും പേടിയില്ല. നമ്മൾ ഫോളോ അപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കാണും. കാരണം നമ്മളെപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ചില സന്ദർഭങ്ങളിൽ നെഗറ്റീവിനെ കാണാൻ പറ്റും. പല രീതിയിലും പല സ്ഥലങ്ങളിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. പല വീടുകളിലും പല റോഡുകളിലും പല കാടുകളിലും. കാരണം ഞങ്ങൾ കൂടുതലും യാത്രകൾ ചെയ്യണോണ്ടിട്ട് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ വൈഫും കണ്ടിട്ടുണ്ട്. നമ്മൾക്കത് ബാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. നമ്മൾ ഫുൾ പോസിറ്റീവും പ്രാർത്ഥനയും ശാന്തിയൊക്കെ ആയിട്ടുള്ള ജീവിതമാണ്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ പരമാവധി അർദ്ധരാത്രികളിൽ യാത്രകൾ ഒഴിവാക്കുക. പിന്നെ പ്രാർത്ഥന അത് ഒരിക്കലും കൈവിടരുത്. എപ്പോഴും പ്രയർ ഉണ്ടാകണം. നമുക്കൊരു പ്രൊട്ടക്ഷൻ, സേഫ്റ്റി, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും യങ്സിനായാലും ചില
സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുമ്പോൾ ഞങ്ങൾ ചില ഇത് ചില ആളുകൾക്ക് ചില നാളുകാർക്കൊക്കെ അറിയാൻ പറ്റും, അത് ചിലവർക്ക് അറിയില്ല. എന്നാലും ശ്രദ്ധിക്കുക. ചില സ്മെല്ലുകൾ, നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ ചില സ്മെല്ലുകൾ വർക്കൗട്ടാവും. ഈ പറഞ്ഞ പോലെ ചില കാറ്റുകൾ, ചില ഒച്ചകൾ, അതായത് സൗണ്ട്സ്, പിന്നെ നടക്കുന്ന ശബ്ദങ്ങൾ, അങ്ങനെ പല രീതികളിലുമുണ്ട് നെഗറ്റീവ്സിൻ്റെ. അപ്പം എന്താ പറയുക, നിങ്ങൾ ശ്രദ്ധ വേണം. ശ്രദ്ധിക്കാണ്ട് ഒന്നിലേക്കും പോകരുത്. നമ്മൾ ഏകാന്തമായിട്ട് ഇരിക്കാം, പക്ഷെ അതിനൊക്കെ സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ആ സമയങ്ങളും സന്ദർഭങ്ങളിലായിരിക്കണം ആ ഏകാന്തത ഉണർത്തേണ്ടത്. ചില സ്ഥലങ്ങൾ നമ്മൾക്ക് കാണുമ്പോൾ ഒരു ഫീലാണ്, ഒന്ന് കുളിക്കാം, അല്ലെങ്കിൽ അവിടെ ഒന്ന് ഇരിക്കാം, ഒരു ഫീല്. ഒറ്റക്കൊക്കെ നമുക്കൊന്ന് പോയിരുന്ന് ഒന്ന് കുളിച്ച് റിലാക്സ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ് ഉണ്ടാവും. വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ട സ്ഥലങ്ങളൊക്കെ ആയിരിക്കും അത്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ്സ് അവരുടെ ആ ഒരു സോള് വർക്കൗട്ട് ഉണ്ടാകും. ടൈം എന്ന് പറഞ്ഞാൽ രാത്രി 12:30 മുതൽ 3 മണി വരെ, വെളുപ്പിന് 3 മണി വരെ നെഗറ്റീവ്സ് വർക്കൗട്ട് ചെയ്യുന്ന ടൈമാണത്. ആ സമയങ്ങളിൽ നിങ്ങൾ ആരും യാത്ര അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനോ, നിങ്ങൾക്ക് സേഫ്റ്റി ആണെന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് വളരെയധികം കെയറാണെങ്കിൽ മാത്രം നിങ്ങൾ സ്റ്റേ ചെയ്യുകയോ എൻജോയ്മെൻറ്റ് ചെയ്യുകയോ ചെയ്യുക. അല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ പോകരുത്. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം കലിയുഗമാണ്, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വർക്കൗട്ട് ചെയ്യുന്ന കാലഘട്ടങ്ങളാണ്. അപ്പോൾ കുട്ടികളും അനിയന്മാരും ചേച്ചിമാരും ചേട്ടന്മാരും അമ്മമാരും അച്ഛന്മാർക്കൊക്കെ അറിയാം, അവരൊന്നും പോകില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, എൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങളാരും തന്നെ നെഗറ്റീവിൻ്റെ വഴിയിലേക്ക് യാത്ര ചെയ്യരുത്, പോകരുത്. നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാം നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ശേഷം കുടുംബമായിട്ടൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുടുംബപരമായിട്ട് തന്നെ ആളുകളായിട്ട് യാത്രകൾ ചെയ്യാം, സ്റ്റേ ചെയ്യാം. പല സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്യുമ്പോൾ പല മരണങ്ങളൊക്കെ നടന്ന ഏരിയകളുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, സമാധാനമായിട്ട് എല്ലാവരും ജീവിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയൊരു എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഞാൻ ഒരുപാട് സോള്, അതായത് ആത്മാക്കളെ ഫേസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പല സന്ദർഭങ്ങളിലും പല രീതികളിലും എൻ്റെ അടുത്ത് വന്നതും എന്നോട് സംസാരിച്ചതും അതൊക്കെ ഇനി ഞാൻ പറയും. അതിനുള്ള ടൈം ആകുമ്പോൾ ഞാൻ കറക്റ്റാകും. അപ്പോൾ നിങ്ങളെല്ലാവർക്കും എൻ്റെ കുടുംബത്തെയും സ്നേഹം ഞാൻ പങ്കിടുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.